ഹലോ, ഒരു ജൂൺ ഗാർഡൻ ടൂർ കണ്ടാലോ? ഈ ചട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങാമേ. ഇവിടെ എൻ്റെ ഒരു മുളക് ചെടിയാണ്. മുളക് ചെടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണ്ടമുളക് പോലത്തെ ഒരു വെറൈറ്റിയാണ്. ഇവിടെ അത്ര കോമൺ അല്ലാതെ, പക്ഷെ ഒരെണ്ണം ഉണ്ടായിട്ടുള്ളൂ, കണ്ടില്ലേ? പിന്നെ പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നോക്കാം, ചിലപ്പോൾ കൂടുതലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചെറിയ പൂവൊക്കെ ഉണ്ട്, നോക്കാം. പിന്നെ പുറകിൽ കുറച്ച് ചെറിയ ടൊമാറ്റോ ആണ്. ഒരെണ്ണം മഞ്ഞയും ഒരെണ്ണം റെഡും വെച്ചേക്കുന്നത്. അതിനി പഴുക്കാനുണ്ട്. പിന്നെ പുറകിലുണ്ട് 2 വെണ്ടയുടെ തൈ. ഒരു വെണ്ട ആയിട്ടുണ്ട്, കണ്ടോ? ആദ്യമായിട്ടോ എനിക്ക് വെണ്ട ഉണ്ടായി വരുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടുത്തെ വെതറിൽ ഉണ്ടാവാൻ. പിന്നെ ഇവിടെ കുറച്ച് വേറെ തക്കാളി ചെടികൾ വെച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം കായ്ച്ചിട്ടുണ്ട്. ഇത് വേറൊരു മുളകിൻ്റെ ചെടിയാണ്. ഈ സ്പെഷ്യൽ വെറൈറ്റികളൊക്കെയാണ് ചട്ടിയിൽ വെച്ചേക്കുന്നത്, ഉണ്ടമുളക് പോലത്തെ. പക്ഷേ അതിവിടെ അത്ര എളുപ്പത്തിലുണ്ടായി വരില്ല, അത്രയ്ക്ക് ചൂടില്ലല്ലോ നമ്മുടെ നാട്ടിലത്തെ പോലെ. ഇത് ഇവിടെ തക്കാളി തൈ. ഓക്കെ, ഇനി മെയിൻ വലിയ ചട്ടികളിലോട്ട് പോകാം. ഈ 2 ചട്ടികളും റേസ്ഡ് ബെഡ് എന്ന് പറയാം. ഇങ്ങനത്തെ മരത്തിൻ്റെ പ്ലാങ്ക്സ് വെച്ചുണ്ടാക്കിയേക്കുന്ന, എന്നിട്ട് അതിൽ ലൈനിങ് വിരിച്ചിട്ട് മണ്ണ് നിറച്ച് ചെടികൾ നട്ടേക്കുന്നതാണ്. ഈ 2 മെയിനായിട്ടുള്ളത് ബീൻസാണ്. പലതരം പച്ചിങ്ങ, ബീൻസ്, അമരയ്ക്ക, അങ്ങനെ കുറച്ചൊക്കെ നട്ടിട്ടുണ്ട്. ഈ ആർത്ത് പിടിച്ച് വന്നേക്കുന്ന മൊത്തം ബീൻസാണ്. ഫസ്റ്റ് വളർന്ന അതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓരോ ഇത് പീച്ചിങ്ങ റിഡ്ജ് ഗോർഡിൽ അതിൻ്റെയാണ്. പൂവും ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല, ചെടിയായി. ഇപ്പോൾ ആ ട്രെല്ലിസിലോട്ട് ക്ലൈംബ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ പലതരം ബീൻസൊക്കെ. ഇത് അമരപ്പയർ, ഇത് കണ്ടു. ഇതിൻ്റെ ഉള്ളിലത്തെ ആ മണിയാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ എൻ്റെ ഇടയ്ക്ക് ഗ്രീൻ പീസ് ഉണ്ട്. ഇതൊക്കെ ഗ്രീൻ പീസാണ്, കണ്ടില്ലേ? ഇതൊക്കെ ഗ്രീൻ പീസ്. ഇടയ്ക്ക് ഞാൻ പൊട്ടിച്ചെടുക്കാറുണ്ട് കേട്ടോ. അത് ഇതൊക്കെ ബീൻസ്. ഇന്നലെ ഇവിടെ ബീൻസിൻ്റെ തോരനായിരുന്നു. അപ്പോൾ കുറേയൊക്കെ ഞാൻ പൊട്ടിച്ചെടുത്തു. ബാക്കി ചെറുതൊക്കെ വിട്ടിട്ടുണ്ട്. അതൊരു 1.5 ആഴ്ച കഴിയുമ്പോഴേക്കും അത് റെഡിയാവും. എന്താ പിന്നെ അടുത്ത 2 ചട്ടികൾ പറഞ്ഞാൽ ഞാൻ ഇതിലും ബീൻസ് നട്ടിട്ടുണ്ട്. ഒരു തരം ബ്രോഡ് ബീൻസ് നട്ടിട്ടുണ്ട്. അത് നല്ലപോലെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അത് കുറേ പൊട്ടിച്ചെടുത്തിട്ടും ഇങ്ങനത്തെ ഒരു തരം ബീൻസ് അത് കുറേ ഉണ്ടായിട്ടുണ്ട്, ഇവിടെയൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 2 പാവലിൻ്റെ തൈ നട്ടായിരുന്നു, കണ്ടില്ലേ? ഇത് പന്തലോട്ടൊക്കെ കയറിയിട്ടുണ്ടത്. 2 മുളച്ച് വന്നുള്ളൂ. അത് 2 നല്ലപോലെ പിടിച്ച് കിട്ടി. പക്ഷേ ഇത് ക്രൗഡഡ് ആയി പോയി എന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ ഈ ചട്ടിയിൽ. പക്ഷേ പൂത്തിട്ടുണ്ടല്ലോ, അത് പൂത്തിട്ടുണ്ട്. ഒന്നും ഉണ്ടായി തുടങ്ങിയിട്ടില്ല. ഹോപ്പ്ഫുള്ളി എന്തെങ്കിലുമൊക്കെ അതിന് കിട്ടും. പിന്നെ എൻ്റെ ഇടയ്ക്ക് കുറേ തക്കാളികളുണ്ട് കേട്ടോ. ഇനി മെയിനായിട്ട് തക്കാളിയാണ്. ഇതൊരു തരം സ്പാനിഷ് ടൊമാറ്റോ, കണ്ടില്ലേ? നീളത്തിൽ ആയി വരുന്നേ ഉള്ളൂ. ഇത് മെയിനായിട്ട് ക്യാരറ്റാണ്. ഇത് ഫുള്ള് ക്യാരറ്റ്. പറിക്കാതൊന്നും ആയിട്ടില്ല, പക്ഷെ നല്ലോണം ഉണ്ടായി കേട്ടോ. ആദ്യം ഒന്ന് മടിച്ച് നിന്നെങ്കിലും വെയിലുണ്ടായിരുന്നു ഈ സീസണിൽ. സമ്മർ അത്യാവശ്യം നല്ല ഹീറ്റ് വേവൊക്കെ ആയിട്ട് കുറച്ചുകൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇവിടെയുണ്ട് ഈ പറഞ്ഞ സ്പാനിഷ് ടൊമാറ്റോസ്. പിന്നെ ഇതൊരു തരം കുക്കുംബറാണ്, അർമേനിയൻ കുക്കുംബറില്ലേ? നോർത്ത് ഇന്ത്യയിലൊക്കെ കാണാം അങ്ങനത്തെ ഒരു മെലിഞ്ഞ് ക്രിസ്പി ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള ഒരെണ്ണം. അത് പൂവൊക്കെ ഇട്ടിട്ടുണ്ട്, ഒന്നും ഉണ്ടായി വന്നിട്ടില്ല. ഇതെന്താ ഇവിടെ കണ്ടോ? പക്ഷെ ഇനി ഇത് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ ആ പൂ ഫെർട്ടിലൈസ് ആയി കാണത്തില്ല. ഓക്കെ. പിന്നെ ബാക്കിയൊക്കെ തക്കാളികൾ. ഈ പാവലിൻ്റെ വള്ളി കണ്ടോ? പടർന്ന് എങ്ങോട്ടൊക്കെയോ പോയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറൊരു തരം ബീൻസ് ഉണ്ട്. ഇത് ബട്ടർ ബീൻസ് എന്ന് പറയും, മഞ്ഞ കളറ്. കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പൊട്ടിച്ചെടുത്തു. വേറെ ഉണ്ടായി വരുന്നുണ്ട്, കണ്ടില്ലേ? മഞ്ഞ കളർ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ അത്. അപ്പോൾ ഈ ചട്ടിയിലോട്ട് വന്നാൽ മെയിൻലി ഇവിടെ വഴുതനങ്ങയുടെ തൈകളാണ്. ഇത് അത്യാവശ്യം വളർന്നിട്ടുണ്ട്. അത് പൂവൊക്കെ ഇട്ട് കാച്ചു തുടങ്ങിയിട്ടുണ്ട്. വയലറ്റ് കളർ വഴുതനങ്ങയാണ്. വേറെ കുറച്ച് തൈയും കൂടെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇവിടെ നമ്മുടെ സാധാരണ റൗണ്ട് തക്കാളി, സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന തക്കാളിയുടെ വിത്തെടുത്ത് നട്ടത്. പിന്നെ ഇത് ഒരു വാട്ടർമെലൻ്റെ തൈയാണ്. എത്ര ആയിട്ടുണ്ടത്? ആദ്യമായിട്ടാണ് വാട്ടർമെലൻ നടുന്നത്, എങ്ങനെയാവുമെന്ന് അറിയില്ല. പിന്നെ ഇവിടെ ഈ സൈഡിലായിട്ട് സുക്കിനി പ്ലാന്റ്, ഒരു വലിയൊരു സുക്കിനി പ്ലാന്റാണ്. ഒരെണ്ണം വലുതായിട്ട്, കുറച്ചുകൂടെ വലുതാവും കേട്ടോ. അത് അങ്ങനെ വിട്ടാൽ നല്ല സൈസ് കിട്ടും. കഴിഞ്ഞ കൊല്ലം കുറേ ഉണ്ടായിരുന്നു, വേറെ ആയി വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ വെറൈറ്റി തക്കാളി, ഇത് ബീഫ് സ്റ്റീക്ക് ടൊമാറ്റോ എന്നൊക്കെ പറയും. കണ്ടില്ലേ? ഒരു ഷേപ്പിന് തന്നെ ഒരു വ്യത്യാസമുണ്ട്, വലിയതാവും ഇത്. പിന്നെ ഇപ്പോഴത്തെ 2 ചട്ടികൾ. പിന്നെ ഇത് ലാസ്റ്റ് 2 ചട്ടികൾ. ഇവിടെ
പച്ചമുളകാണ് മെയിനായിട്ട് നട്ടിരിക്കുന്നത്. പച്ചമുളകൊക്കെ ആയിട്ടുണ്ട്. എന്താ കണ്ട നീളമുള്ള പച്ചമുളക്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അത്ര എരിവില്ല, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല എരിവുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു സ്പെഷ്യൽ വെറൈറ്റി ഉണ്ട്. ഈ കാണുന്ന പക്ഷേ തക്കാളി കേട്ടോ, നേരത്തെ കാണിച്ച സ്പാനിഷ് ടൊമാറ്റോ അതാണ്. ഇതാണ് ഒരു വെറൈറ്റി മുളക് ഞാൻ പറഞ്ഞത്. എന്താ താഴെയൊക്കെ ആയിട്ടുണ്ട്. പൊട്ടിച്ചിട്ടില്ല ഞാൻ ഇതുവരെ. ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല, അതുകൊണ്ട് നോക്കണം. ഇതല്ലേ 5-6 ഉണ്ട്. പുറകിലൊരു ക്യാപ്സിക്കമാണ്, അത് പൊട്ടിച്ചെടുത്തു, അതുകൊണ്ട് ഇപ്പം ഇല്ല, വേറെ ഇല്ല, ആയി വരുന്നേ ഉള്ളൂ. പൂവൊക്കെ ഇട്ടുണ്ട്. പിന്നെ ഈ ചട്ടിയിൽ കുറേ ബീട്രൂട്ട് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പൊട്ടിച്ചെടുത്തു. ഇനി ബാക്കി 1-2 തൈയേ ഉള്ളൂ. പിന്നെ കുറേ ഉള്ളി നട്ടിട്ടുണ്ട്, ഇതാ കണ്ടോ, ഇതാ ആയി വരുന്നു. ഈ തണ്ട് കാണുന്നൊക്കെ ഉള്ളിയാണ്. അപ്പോൾ റേസ്ഡ് ബെഡ്സിൽ അത്രയൊക്കെ തന്നെയുള്ളൂ. ഇതിൻ്റെ പുറകിൽ ഈ കാണുന്നത് ഒരു തരം ഗൂസ്ബെറിയാണ്. നമ്മുടെ നാട്ടിലത്തെ നെല്ലിക്ക പോലത്തെ അല്ല, അത് മരമല്ലേ, ഇതൊരു കാര്യം ബുഷാണ്. വ്യത്യാസമുണ്ട് കേട്ടോ ഫ്രൂട്ടിൽ. ഞാൻ നോക്കട്ടെ, കുറേ പൊട്ടിച്ച് എല്ലാ ദിവസവും രാവിലെ വന്ന് ഞാൻ ഓരോന്നോരോന്ന് പൊട്ടിച്ചെടുക്കും. പിന്നെ അത് അവിടെ കാണുന്നുണ്ട്, നിറച്ച് മുള്ളുണ്ട് കേട്ടോ. അത് ഞാൻ പൊട്ടിക്കാൻ നോക്കട്ടെ. ഇത് രണ്ടും പൊട്ടിച്ചെടുക്കാം. കണ്ടില്ലേ, കുറച്ച് പുളിയും കുറച്ച് മധുരം ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള സാധനം. ഞാൻ ബെറീസിൻ്റെ മാത്രം വേറൊരു വീഡിയോ ചെയ്യാൻ. ഇവിടെ വേറെ പലതരത്തിലുള്ള ബെറീസ് ഉണ്ട്. പിന്നെ ഈ സൈഡിലോട്ട് വന്നാൽ ഒരു പന്തലൊക്കെ കിട്ടിയിട്ടുണ്ട്. അടുത്തൊന്ന് കാണിച്ചു കേട്ടോ. ഇവിടെ ഓരോ പന്തലിൻ്റെ കാലിൻ്റെ അവിടെയും ഞാൻ റോസ് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്, ക്ലൈമ്പിംഗ് റോസസ്. ഇതൊരു പിങ്ക് കളറാണ്, നല്ല ഭംഗിയാണ്. ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് അടുത്ത് ഫുള്ള് മുട്ടിട്ടിട്ടുണ്ട്. കണ്ടില്ലേ, നിറച്ചുണ്ട് മുട്ടിൽ. പക്ഷെ ആവാൻ ഇനി എനിക്ക് തോന്നുന്നു ഒരു 2-3 ആഴ്ച കൂടെ ആവുമായിരിക്കും. ഈ നടുക്ക് കാണുന്ന മൊത്തം സൺഫ്ലവേഴ്സാണ്. സൺഫ്ലവേഴ്സ് വളർന്ന് ആ പന്തലും ക്രോസ് ചെയ്തിട്ട് അങ്ങ് പോയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഉള്ളത് ഇത് വേറൊരു തരം ക്ലൈമ്പിംഗ് റോസ്, റെഡ് കളർ, കുറച്ച് പൂവൊക്കെ ഉണ്ട് നമ്മൾ. പിന്നെ താഴെ മൊത്തം ഞാൻ സീനിയ നട്ടേക്കുക. ഇതാ ചെറുതൊക്കെ പൂവായിട്ടുണ്ട്. ഈ ഒരു നേരം മൊത്തം സീനിയ നട്ടേക്കുന്നത്. ഇതാണ് വേറൊരെണ്ണം. റോസൊക്കെ കുറേ ഉണ്ടായിരുന്നു, ഒക്കെ വാടി തുടങ്ങി. കണ്ടില്ലേ, നല്ല ഭംഗി, ഏറ്റവും ഭംഗിയുള്ള റോസായിരുന്നു അത്. വേറെ ഫോട്ടോ ഉണ്ടെങ്കിലും ഞാനിവിടെ ആഡ് ചെയ്യാൻ കേട്ടോ. അത്രയും പൂവുണ്ടായി പ്രാവശ്യം. എന്താ കുറച്ച് സീനിയ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നോക്കട്ടെ, അടുത്ത് പോയിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇവിടെ നിൽക്കുന്നതാണ് എൻ്റെ ഒരു ആപ്പിൾ ട്രീ. അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആപ്പിൾ. ഒരു ടൈം എടുക്കും പഴുത്തൊക്കെ വരാൻ. ഈ ഇലകൾ നിൽക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് ഫോക്കസ് ആണ്. പിന്നെ ഈ പുറകിലുള്ളതൊക്കെ പലതരം ബെറി പ്ലാന്റ്സ് ആണ്. ഈ ഫെൻസിനോട് ചേർന്ന് ഞാൻ വെച്ചേക്കുന്നതൊക്കെ പലതരം ബെറീസാണ്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. പിന്നെ ഇവിടെ ഉണ്ട് നമ്മുടെ പേൾ ഫ്രൂട്ട് ഉണ്ട്. പിന്നെ ഇവിടെ വേറൊരു സുക്കിനി ഉണ്ട്. ഇതോ കണ്ടില്ലേ, പുറകിൽ വെക്കണമെന്ന് ഞാൻ പറിക്കാണ്ട് ചീഞ്ഞു പോയി. ഞങ്ങൾ ട്രാവലിലായിരുന്നു, തിരിച്ചു വന്നപ്പോഴേക്കും അത് ഒരവസ്ഥ. വേറെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ പുറകിൽ കാണുന്ന മൊത്തം പൊട്ടറ്റോടിൻ്റെ ചെടിയാണ്. കുറേ തല വെട്ടിക്കളഞ്ഞു ഞാൻ, കാട് പോലെ ആയിട്ട് വളർന്നു വരുന്നുണ്ട് ഇനി. പിന്നെ ഇവിടെ ഒരു മത്തനുണ്ട്, ബട്ടർ സ്ക്വാഷ് എന്ന് പറയും, അങ്ങനത്തെ ഒരു ടൈപ്പ് മത്തങ്ങ. അതങ്ങ് വളർന്നു പോകുന്നുണ്ട്, പൂവൊക്കെ ഇട്ട് തുടങ്ങി. പിന്നെ ഞങ്ങളുടെ ഒരു ഹൈഡ്രാഞ്ചിയ ഈ വെയിലത്ത് അതങ്ങ് കരിഞ്ഞു. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു, പക്ഷേ അത് കരിഞ്ഞു. ഇതൊരു തരം ഫ്ലോക്സ് എന്ന് പറയുന്ന ഫ്ലവറാണ്. പല വെറൈറ്റിയിൽ വരും ഫ്ലോക്സ്. പിന്നെ അതെ ഇതുണ്ടല്ലോ ഒരു തരം ലില്ലി ചെടി പുറകിലോട്ടും ഉണ്ട്. ഇതിന് മാത്രമേ പൂവായിട്ടുള്ളൂ. പിന്നെ ഇവിടെ വേറൊരു ആപ്പിൾ ട്രീ ഉണ്ട് കേട്ടോ, കണ്ടില്ലേ, ചെറിയൊരു മരം, പക്ഷെ കുറേ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വെയിറ്റ് കാരണം മരം അങ്ങ് തൂങ്ങി വന്നു. എന്തോ കണ്ടില്ലേ, എല്ലാം മുട്ടിയത്. ഒരു താങ്ങ് കൊടുക്കണം അതിനൊരെണ്ണം. അതുകൊണ്ട് ഒരു 50 എണ്ണെങ്കിലും ഉണ്ടാവും കേട്ടോ ഈ ആപ്പിൾ മരത്തിന്. എൻ്റെ പകുതി ഉള്ളൂ, ഇതുണ്ടല്ലോ, പക്ഷെ നിറച്ചുണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഉണ്ട് സൺഫ്ലവർ പ്ലാന്റ്സ്. ഇതങ്ങ് പൊങ്ങിയേ കണ്ടോ, എവിടെ വരെ എത്തി, ഒരു 10 അടിയെങ്കിലും ഉണ്ട് ഇതിപ്പോൾ. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു പ്ലമ്മിൻ്റെ മരമുണ്ട്. കഴിഞ്ഞ കൊല്ലം നല്ല കൊല്ലം ഉണ്ടായിരുന്നു, ഈ കൊല്ലം ആകെ പഴുതുണ്ട്. 2-3 പഴുത്തിട്ടില്ല. ബ്ലാക്ക് കളർ പ്ലമ്മാണേ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എൻ്റെ മല്ലിച്ചെടിയൊക്കെ അത് പറിക്കാൻ മല്ലി ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തൊക്കെ വരുന്നു. എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇവിടെ അതേപോലെ കുറേ ഉണ്ട്. ഇതൊക്കെ നല്ല വലിയ മല്ലിയിലയുടെ ചെടിയായിരുന്നു. ഇതൊക്കെ ചവിട്ട് നടത്തുന്നൊക്കെ ഇത് കണ്ടില്ലേ, മല്ലി കുരു നിലത്ത് വീണ് പോകുന്ന നിറച്ചുണ്ട്. ഇതൊക്കെ പൊട്ടിച്ചെടുക്കണം ഇനി.
ഓക്കെ, അപ്പോൾ മെയിൻലി അത്രയേ ഉള്ളൂ. അടുത്ത മാസം വീണ്ടും ഗാർഡൻ്റെ അപ്ഡേറ്റ് ഇടാം കേട്ടോ. അപ്പോൾ ശരി, ഓക്കെ, ബൈ ബൈ.